എല്ലാവർക്കും വർഷപ്രതിപദ ആശംസകൾ. ഇന്ന് ഹിന്ദു കാലഗണന അനുസരിച്ചുള്ള പുതുവർഷത്തിൻ്റെ ആരംഭമാണ്. ചൈത്രമാസത്തിലെ ഒന്നാം ദിനം ചൈത്ര ശുദ്ധ പ്രതിപദ, ചൈത്രമാസത്തിലെ വെളുത്ത പക്ഷത്തിലെ ഒന്നാമത്തെ ഈ ദിവസമാണ് അനേകായിരം വർഷങ്ങളായി ഭാരതം നവവർഷാരംഭ ദിനമായി കണക്കാക്കി പോരുന്നത്. ശാകന്മാരെ പരിപൂർണമായും പരാജയപ്പെടുത്തിയ വിക്രമാദിത്യൻ അതിൻ്റെ ഓർമ്മയ്ക്കായി ആരംഭിച്ചതാണ് വിക്രമ സംവത്. ആ വിക്രമ സംവത്സരത്തിൻ്റെ ആദ്യ ദിനം നാം അഭിമാനികളായ ഹിന്ദുക്കൾ നവവർഷ ആരംഭ ദിനമായി ആചരിക്കുന്നു. സ്വാമി വിവേകാനന്ദൻ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, ഒരു രാഷ്ട്രത്തോട് കൂറുള്ള ജനത വളർന്നു വരണമെങ്കിൽ, ആ രാഷ്ട്രത്തിൻ്റെ വൈഭവത്തിനായി പ്രയത്നിക്കുന്നവരായി അവർ മാറണമെങ്കിൽ തീർച്ചയായിട്ടും അവർ പിന്തുടരേണ്ടത് ആ നാടിൻ്റെ സംസ്കൃതിയുടെ, അതിൻ്റെ സ്വത്വത്തിൻ്റെ പ്രേരണയിൽ ഉടലെടുത്ത ഒരു കാലഗണനയായിരിക്കണം. അതിനെ ആയിരിക്കണം അവർ അവലംബിക്കേണ്ടത്. അല്ലാതെ വിദേശങ്ങളിൽ അശാസ്ത്രീയമായി സൃഷ്ടിക്കപ്പെട്ട കാലം അവരുടെ രാജാക്കന്മാരുടെ മഹിമാമണ്ഡനം നടത്തുന്നതിന് വേണ്ടി, അതിനെക്കുറിച്ച് സംസാരിക്കുന്നതിന് വേണ്ടി സൃഷ്ടിക്കപ്പെട്ട വർഷങ്ങൾ ഇവിടെ അന്ധമായി അനുകരിക്കുന്നത് ഒരിക്കലും ഒരു നാടിനോ നാട്ടുകാർക്കോ ഗുണമുണ്ടാകില്ല. ഇതാണ് വസ്തുത. നമ്മെ സംബന്ധിച്ചിടത്തോളവും അഭിമാനികളായ ജനങ്ങളായി നമ്മൾ വളർന്നു വരാൻ ഇത് ഏറ്റവും അനിവാര്യമായിട്ടുള്ള ഒന്നാണ്. രാഷ്ട്രീയ സ്വയംസേവക സംഘത്തെ സംബന്ധിച്ചിടത്തോളം ഈ ദിനത്തിന് മറ്റൊരു പ്രാധാന്യം കൂടിയുള്ളത്, ഈ പവിത്ര ദിനത്തിലാണ് സംഘസ്ഥാപകനായ പൂജനീയ ഡോക്ടർ കേശവ ബൽറാം ഹെഡ്ഗേവാർ നാഗപ്പൂരിൽ പൂജാതനായത്. ആ ഹിന്ദു ധർമ്മത്തിൻ്റെ, ഹിന്ദു സംസ്കാരത്തിൻ്റെ വിജയദിനത്തിൽ തന്നെ ഭാവിയിൽ ഈ രാഷ്ട്രത്തിൻ്റെ പരമവൈഭവത്തിനു വേണ്ടി ഒരു മഹാപ്രസ്ഥാനത്തെ സ്ഥാപിച്ച ആ മഹാനുഭാവൻ ജനിച്ചു എന്നത് ഒരു കേവല യാദൃച്ഛികതയല്ല. ഇത് ഭാരതത്തിൻ്റെ അന്തരാത്മാവിൻ്റെ നിശ്ചയമാണ്. ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടികർത്താവായ ആദിപരാശക്തിയുടെ ആഗ്രഹമാണ് അതിലൂടെ സംഭവിച്ചിരിക്കുന്നത്. അങ്ങനെ ഡോക്ടർ ഹെഡ്ഗേവാർ ഈ ദിനത്തിൽ ജനിച്ചതുകൊണ്ടും ഈ ദിവസത്തിന് ആധുനിക കാലത്ത് വളരെയേറെ പ്രാധാന്യം കൈവന്നിരിക്കുകയാണ്. ഡോക്ടർജിയുടെ മനസ്സിലെ വിശിഷ്ടമായ സങ്കല്പം അത് മുഴുവൻ ലോകത്തിലെയും മനുഷ്യരെ ഏകീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ളതായിരുന്നു. അദ്ദേഹത്തിൻ്റെ മനസ്സിലെ ലക്ഷ്യം അദ്ദേഹം പറഞ്ഞിരുന്നത് ലോകത്തിൻ്റെ മുഴുവൻ നന്മയായിരുന്നു. ഇതാണ് ഹിന്ദുവിൻ്റെ എക്കാലത്തെയും ലക്ഷ്യം, മനുഷ്യരുടെ ഏകത, ലോകത്തിൻ്റെ നന്മ. ഈ ലക്ഷ്യം സാക്ഷാത്കരിക്കണമെങ്കിൽ അടിമത്തത്തിൻ്റെ ആ കാലത്ത് അദ്ദേഹം ഉറച്ചു വിശ്വസിച്ചു, ഈ പവിത്രമായ ലക്ഷ്യം കൃണ്വന്തോ വിശ്വമാര്യം തുടങ്ങിയിട്ടുള്ള ആ മഹത്തരമായ ലക്ഷ്യം സാധ്യമാകണമെങ്കിൽ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മുന്നുപാധി ഹിന്ദുക്കളുടെ, ഹിന്ദു സമൂഹത്തിൻ്റെ ഏകീകരണമാണ്. അസംഘടിതരായി ദുർബലരായി കഴിയുന്ന ഹിന്ദു സമൂഹത്തിന്, ഹിന്ദുക്കൾക്ക് ഈ രാഷ്ട്രത്തിൻ്റെ ആ വിശിഷ്ടമായ ലക്ഷ്യം, മാനവ ഏകത, ലോകനന്മയെന്ന വിശിഷ്ടമായ ലക്ഷ്യം സാക്ഷാത്കരിക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് ആ മുന്നുപാധിയെ സാധ്യമാക്കുന്നതിനു വേണ്ടി ഡോക്ടർ ഹെഡ്ഗേവാർ ഹിന്ദു സംഘടന എന്ന മഹത്തായ ലക്ഷ്യത്തെ മുൻനിർത്തി ഈ പവിത്രമായ ഭൂമിയിൽ, ഇന്ന് നിങ്ങളോട് ഞാനിത് സംവദിക്കുന്ന ഈ പവിത്രമായ ഭൂമിയിൽ രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിൻ്റെ സ്ഥാപനം സാധ്യമാക്കി. അങ്ങനെ തുടങ്ങിയ മഹത്തായ പ്രസ്ഥാനം ഹിന്ദു സംഘടന എന്ന ആ ലക്ഷ്യത്തിലേക്ക്, പരിപൂർണമായ ഹിന്ദു സംഘടന എന്ന ലക്ഷ്യത്തിലേക്ക്, ഡോക്ടർജിയുടെ മനസ്സിലെ സങ്കല്പം ഒരിക്കലും സംഘമെന്നത് സമൂഹത്തിൻ്റെ ഉള്ളിലെ ഒരു സംഘടന എന്നതായിരുന്നില്ല, പല സംഘടനകളിൽ ഒന്ന് എന്നതായിരുന്നില്ല, സമൂഹത്തിൻ്റെ മൊത്തം സംഘടന. രാഷ്ട്രീയ സ്വയംസേവക സംഘ ഈസ് നോട്ട് to be an organization in the society but an organization of the society. സമൂഹത്തിൻ്റെ മുഴുവൻ ഒരു സംഘടനയാകുന്നതിനാണ്. ആ ലക്ഷ്യത്തിലേക്ക് ഈ കഴിഞ്ഞ 99 വർഷക്കാലത്തെ പ്രവർത്തനത്തിലൂടെ 100ാം വർഷത്തിലേക്ക് എത്തുമ്പോൾ തീർച്ചയായിട്ടും സംഘം ആ ലക്ഷ്യത്തിലേക്ക് പതുക്കെ നടന്നെടുക്കുകയാണ്. അങ്ങനെ രാഷ്ട്രത്തിലെമ്പാടും ഉണർത്തിയ സംഘടനാബോധം, സ്വത്വബോധം, ജനങ്ങളുടെ ഉള്ളിൽ വളർന്ന അതിശക്തമായ ആത്മവിശ്വാസം, ഇതിൻ്റെ എല്ലാം ഫലമായി പരിവർത്തനത്തിൻ്റെ അതിസുന്ദരമായ, അഭിമാനകരമായ ഒരു കാലഘട്ടത്തിലേക്ക് ഭാരതം മുഴുവൻ കടക്കുകയാണ്. വർഷങ്ങളായി തുടർന്നു പോന്ന ആ സംഘടിത വേദനയിൽ നിന്ന്
സാമൂഹ്യ നന്മയിലേക്കും സാമൂഹ്യ ആനന്ദത്തിലേക്കും അനുഗ്രഹത്തിലേക്കും നമ്മൾ ഉയരുകയാണ്. പ്രതീകാത്മകമായി നോക്കിയാൽ 496 വർഷത്തെ ഒരു കളക്റ്റീവ് ആഗണിയിൽ നിന്ന് നാം ഇപ്പോൾ രാമജന്മഭൂമിയിലെ രാമമന്ദിര സ്ഥാപനത്തിലൂടെ ഒരു കളക്റ്റീവ് ബ്ലിസ്സിലേക്ക് ഉയർന്നെഴുന്നേൽക്കുകയാണ്. പരിവർത്തനത്തിൻ്റെ പരമവൈഭവത്തിലേക്കുള്ള പ്രയാണത്തിൻ്റെ പ്രാരംഭ ദിനമായി ജനുവരി 22 കണക്കാക്കപ്പെടുന്നത് പോലും ഈ ഒരു മഹത്തരമായ സന്ധികാലം ആയതുകൊണ്ടാണ്. അത്തരമൊരു പവിത്രമായ അനുഗ്രഹീതമായ കാലത്ത് ജീവിക്കാൻ അവസരം കിട്ടിയ ആളുകളാണ് ഈ തലമുറയിൽപ്പെട്ടവർ. അതുകൊണ്ട് ഈ കാലഘട്ടത്തിൻ്റെ പ്രത്യേകത തിരിച്ചറിഞ്ഞുകൊണ്ട് വിജയത്തിൻ്റെ അങ്ങേയറ്റം വൈഭവത്തിലേക്കുള്ള പ്രയാണത്തിൻ്റെ വലിയ പ്രേരണ കിട്ടിയ ഈ കാലഘട്ടത്തിൽ ഓരോരുത്തരും അവരവരുടെ ചുമതലയെക്കുറിച്ച് തികച്ചും ആയിക്കൊണ്ട് പൂജനീയ ഡോക്ടർ ഹെഡ്ഗവാർ സംഘസ്ഥാപകൻ സൂചിപ്പിച്ചതുപോലെ, നമ്മുടെ മുന്നിൽ പറഞ്ഞു വെച്ചതുപോലെ, നമ്മുടെ ആത്യന്തിക ലക്ഷ്യം ഈ ലോകത്തിൻ്റെ മുഴുവൻ നന്മയാണ്. ഈ ലോകത്തിലെ സർവ്വമാനവരും ഒന്നായിത്തീരുന്നതാണ് നമ്മുടെ ലക്ഷ്യം. അതിനു വേണ്ടിയിട്ടുള്ള മുൻ ഉപാധി എന്ന നിലയിലാണ് ഹിന്ദു സംഘടനാ പ്രവർത്തനം നാം നടത്തുന്നത്. പവിത്രമായ, ശുദ്ധമായ, ശാസ്ത്രീയമായ പ്രവർത്തന പദ്ധതിയിലൂടെ ആ ലക്ഷ്യത്തിലേക്ക് നമ്മൾ ക്രമാൽ നടന്ന് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ കാലഘട്ടം അമൃതകാലത്തിൻ്റെ പ്രാരംഭകാലം കൂടിയാകെ വരുന്ന 25 വർഷം, ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യത്തിൻ്റെ 100-ാം വർഷം പൂർത്തീകരിക്കുന്ന 2047 ആകുമ്പോഴേക്കും രാഷ്ട്രത്തിൻ്റെ പരമവൈഭവം സാധ്യമാക്കേണ്ടതും നമ്മുടെ മുന്നിലുള്ള കർത്തവ്യമാണ്. നടന്ന് കീഴടക്കാൻ ഏറെയുണ്ട് വഴികൾ മുന്നിൽ. ആ ബോധ്യത്തോടുകൂടി, തികഞ്ഞ സമർപ്പണ ബോധത്തോടുകൂടി മുന്നോട്ട് പോകുമെന്ന പ്രതിജ്ഞ ഈ പരമപവിത്രമായ വർഷപ്രതിപദ ദിനത്തിൽ എടുക്കുകയും അത് പൂർത്തീകരിക്കാൻ തികഞ്ഞ ആത്മാർപ്പണ ബുദ്ധിയോടുകൂടി നമ്മൾ ഓരോരുത്തരും പ്രവർത്തിക്കുകയും ചെയ്യുകയാണ് എങ്കിൽ ഈ ദിനം സാർത്ഥകമായി എന്ന് കണക്കാക്കാൻ കഴിയും. നമസ്കാരം.